സീൻ തന്നെ പറയേണ്ടി വരും. കുഞ്ചാക്കോനെ നമ്മൾ ഇതുകൊണ്ടൊരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്ത് കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ഒരു എൻട്രി സീൻ തന്നെ ഉണ്ടല്ലോ, വേറെ ലെവൽ രീതിയിലാണ് ക്യാരക്ടർ പോണത്. ഒരു ബിൽഡപ്പ് ചെയ്തേക്കുന്ന രീതി. ഇലവനാം പുഞ്ചിലെ ഡയറക്ടറുടെ പടമാണ്. ഒരു സൈക്കോളജിക്കൽ ഫാമിലി ത്രില്ലർ മൂവി എന്ന് പറയാൻ പറ്റും. എക്സ്പെഷ്യലി ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പറഞ്ഞു നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ക്ലൈമാക്സ് ഗോസം എന്ന് പറയുമ്പോൾ ഇതിൽ വൈശാഖാണെങ്കിലും ബാക്കി ക്യാരക്ടർ എല്ലാവരും സൂപ്പർമായിട്ടാണ് പടത്തിൽ പോയേക്കണത്. ഒട്ടും മടുപ്പില്ലാതെ എൻഡിങ് തൊട്ട് അവസാനം വരെ കാണാം. ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി. ഗംഭീര പെർഫോമൻസാണ് കുഞ്ചാക്കോവൻ്റെ. എന്താ പറയുക, നമ്മൾ ആ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കുഞ്ചാക്കോവൻ്റെ പെർഫോമൻസ് കാണാമെന്ന്. പക്ഷേ ഇതിൽ അതുപോലെ തന്നെ ഞെട്ടിച്ചു വിശാഖ് നായരും. ആ ഒരു എന്താ പറയുക, ഇതിലെ ഒരു വില്ലന്മാരുടെ ഒരു ഗ്യാങ് ഉണ്ട്, അവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അത് ഇരട്ട നായാട്ട് തുടങ്ങിയ പോലീസ് സ്റ്റോറികൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, മാർട്ടിൻ ബ്രക്കാട്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായി കുറച്ചുകൂടെ ഒരു എൻ്റർടൈനിങ്ങും കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ് ആയിട്ട് ഈ സിനിമയെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഒരു കഥ തന്നെയാണ് സിനിമയ്ക്ക് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ വർക്ക് ചെയ്ത പടമാണ്. എന്ന് വെച്ചാൽ കുഞ്ചാക്കോവനായിട്ട് നല്ലൊരു ഇതായിരുന്നു. പക്ഷേ ഓഫീസറിൻ്റെ ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി പെർഫോമൻസ്. നമ്മുടെ സാധാരണ നമ്മൾ ചോക്ലേറ്റ് നായകനായിട്ടാണല്ലോ കണ്ടിരുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതാണ് റിയൽ ഓഫീസറുടെ ഒരു ഡ്യൂട്ടിയാണ് മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തനായ ചാക്കോച്ചൻ. സൂപ്പർ മൂവി. ഒരു മിനിറ്റ് പോലും ലാഗിങ് ഇല്ല. സുന്ദരമായ രീതിയിൽ ഏത് പ്രേക്ഷകർക്ക് ഏത് തലത്തിലുള്ളവർക്കും ആസ്വദിക്കാം. നല്ല സ്പീഡായിട്ട് ഓരോ സീനും പോകുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയാം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഫിലിമാണ്. എല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നുന്നു. അറിയില്ല, ഇതിൽ കണ്ടിട്ട് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കുറെ കൈയടിയൊക്കെ കേട്ടു, ഒരു സന്തോഷമുണ്ട്. ഞങ്ങളും കുറെ കൂവി, ഞങ്ങളും കുറെ കൈയടിച്ചു. രസമായിരുന്നു. താങ്ക് യു. എല്ലാവരും കാണാം, എല്ലാവരുടെ അടുത്തും പറയാം. ഇഷ്ടപ്പെട്ടു ഞാൻ പറയാം. ഹലോ ഓഫീസർ, അപ്പൊ കാണാം. എന്തോ ഒരുപാട് സന്തോഷം. കാരണം എല്ലാവരും വന്നിട്ട് ഒപ്പത്തിന് ശേഷം എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം. ഞാനും കുറച്ച് നാളിന് ശേഷമാണ് ചെയ്യുന്നത്. എല്ലാവരും കണ്ടിട്ട് പറയും. വേറെ ഗെറ്റപ്പാണ്, അതാണ് ലുക്ക്. ഒരു രക്ഷയില്ല. അടിപൊളി, ഗംഭീരം, അതിഗംഭീരം. വേറെ ലെവൽ. സൂപ്പർ സൂപ്പർ. എല്ലാം കൊണ്ടും സൂപ്പർ. ഒരു രക്ഷ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര മൂവി. ചാക്കോച്ചൻ നെട്ടിച്ച് കളഞ്ഞു. നമ്മളെ പുതിയ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗെറ്റപ്പും പുള്ളിയുടെ ഫൈറ്റും ഒക്കെ എല്ലാം കൊണ്ടും നമുക്ക് പുതിയ ഒരു വേറെ ലെവൽ ചാക്കോച്ചന് കിട്ടി എന്ന് തന്നെ പറയാം. എല്ലാം കൊണ്ടും സ്റ്റോറി ആയാലും എല്ലാം കൊണ്ടും സൂപ്പർ ഗംഭീര മൂവി. എല്ലാം കൊണ്ടും ഗംഭീര മൂവിയാണ്. ഒട്ടും ലാഗ് പറയാനില്ലാത്ത, ഒട്ടും മോശം പറയാനില്ലാത്ത, എല്ലാം കൊണ്ടും സൂപ്പർ മൂവി. ഗംഭീരം. നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ്സ് എ വെരി ഇമോഷണൽ ജേർണി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി. ഫിലിം നിങ്ങളെ കണ്ടിട്ട് പറയാ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾക്ക് പേഴ്സണലി നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരുടെയും കയ്യിൽ നിന്ന്. കൊണ്ടാണ് പടം മുഴുവൻ പോകുന്നത്. പടം വേറെ ലെവല് എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നമ്മുടെ ജെയ്ക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിനിമയ്ക്ക് ചേരുന്ന മ്യൂസിക്കാണ് പുള്ളി ഇട്ടിരിക്കുന്ന. കിടുപ്പന കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ കിടുപ്പനായിട്ടുണ്ട്. ഇന്റർവെൽ വരെ പടം വേറെ ലെവലാണ്. ഇന്റർവെൽ ഒരു ശക്കലൊരു ലാഗ് തോന്നി, എന്നാൽ അവസാനം അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ. അടിപൊളി പടം, ഉഗ്രം പടം. ഒന്നും പറയാം. ചാക്കോച്ചന്റെ പീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ പുകൻവില്ല കണ്ടപ്പോൾ പുള്ളിക്കൊരു ചോക്ലേറ്റ് ഒരു വീണ്ടും നമുക്ക് തോന്നിയായിരുന്നു. പക്ഷേ അസൽ റഫ് പുള്ളി, അസലൊരു പോലീസുകാരൻ്റെ ലുക്ക് കിടലായിട്ടുണ്ട് കേട്ടോ. അടിപൊളി പടം.